തൂകണമേ ദൈവമേ ഞാൻ നിൻ സവിധി കൂപ്പു കൈകളുമായി തൂകണമേ സർവജ്ഞാനത്തിനുറവിടമാ ദൈവാനി നിന്റെ ജ്ഞാനത്താൽ എന്നിറച്ചിടണമേ ഞാൻ ചെയ്യും കങ്ങൾ നിൻ കൃപയാലാകണമേ വിധികളിൽ നീ ദീപമായി ദൈവമേ ഞാൻ നിൻ സവിധി കൈകളുമായി ഇന്നും അണഞ്ഞിടും നീ നിൻ കൃപയിൻ തൂകണമേ കൃപയിൻ തൂകണമേ. വന്നത് പിതാവേ അങ്ങയുടെ നാമത്തെ മഹമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അവിടെ നിന്നിരുന്ന ജനക്കൂട്ടം ഇത് കേട്ടിട്ട് ഉണ്ടായി എന്ന് പറഞ്ഞു. എന്നാൽ ചിലർ ഒരു ദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. ഈ സ്വരമുണ്ടായത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. ഈ ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. ഇത് പറഞ്ഞത് താൻ ഏതു വിധത്തിലുള്ള മരണമാണ് വരിക്കാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കാനാണ്. അപ്പോൾ ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ക്രിസ്തു നിൽക്കുന്നു എന്നാണല്ലോ നിയമത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. പിന്നെ മനുഷ്യപുത്രൻ പെടേണ്ടിയിരിക്കുന്നു എന്ന് നീ പറയുന്നത് ആരാണ് ഈ മനുഷ്യപുത്രൻ? യേശു അല്പസമയത്തേക്ക് കൂടി അവരുടെ ഇടയിലുണ്ട്. പ്രത്യേകം നന്ദി പറയുന്നു. തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമ്മുടെ കൂടെ ആയിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകം ഉദ്ഘാടന കർമ്മത്തിനായി ക്ഷണിക്കുന്നു. ിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സെന്റ് ജോസഫ് യൂണിറ്റിന്റെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഇന്നിവിടെ വാർഷികാഘോഷം നടത്തുവാൻ നമുക്ക് സാധിച്ചത്. അതിനാൽ നമുക്ക് ഇന്നൊരു സന്തോഷ ദിനമായിരിക്കട്ടെ. ഇന്ന് 5:30 പരിശുദ്ധ അമ്മയുടെ ജപമാലയോട് കൂടിയാണ് നമ്മുടെ ഈ ആഘോഷങ്ങൾ നടക്കുന്നത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുള്ള അതിഥികളെ സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യം തന്നെ ഞാൻ എല്ലാവരും സ്വാഗതം ചെയ്യാൻ പോകുന്നു. കടന്നു വന്നിട്ടുള്ള നമ്മുടെ ആത്മീയ ചിന്തകൾ പകർന്നു തരികയും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകി നമ്മോടൊത്ത് ആയിരിക്കുന്ന നമ്മുടെ ഇടവകയിലെ വികാരി ഫാദർ മാത്യു വെട്ടത്തിനെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കുടുംബസമ്മേളനത്തിൽ പങ്കെടുക്കുകയും നമ്മളോട് വചനം പങ്കുവയ്ക്കുകയും നമ്മളുടെ കൂടെ ആയിരിക്കുകയും ചെയ്യുന്ന നമ്മുടെ സിസ്റ്റേഴ്സ്, ആൻസി സിസ്റ്റേഴ്സിനെ ഞാൻ ഈ സൈഡിൽ സ്വാഗതം ചെയ്യുന്നു. സെൻറ്റ് ജോസഫ് യൂണിറ്റിൻ്റെ ആഘോഷ പരിപാടിയുടെ അധ്യക്ഷനായ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ശ്രീ നിക്സൺ അവർകളെ ഞാൻ സ്നേഹത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന കൈക്കാരന്മാരായ തോംസൺ തരകൻ ചേട്ടനെ ഞാൻ സ്നേഹിക്ക് സ്വാഗതം ചെയ്യുന്നു. കൈക്കാരനായ ജോൺസൺ സാറ്, സബാഷ് സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സബാഷ് സാറ് 2ാമത്തെ വാർഷികമാണ് നമ്മുടെ ഇയാൾ കൈക്കാരനായ ശേഷം, അതുകൊണ്ട് തെറ്റുപറ്റിയത്. വില്യംസ് നടത്തിയ കൈക്കാരനായ വില്യംസ് ജോസിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്നിട്ടുള്ള നമ്മുടെ മതബോധന അധ്യാപകൻ HM ജിജോ മാസ്റ്റർ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ യൂണിറ്റിൽ മറ്റു യൂണിറ്റുകളിൽ വന്നിട്ടുള്ള നമ്മുടെ സെൻറ്റ് ജോൺസ് യൂണിറ്റ് വന്നിട്ടുള്ള നമ്മുടെ ജോണി ചേട്ടനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. CMC മർദ്ദ സിസ്റ്റേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു. അത് 12 പ്രസിഡന്റുമാർ ഇനി വരാനുണ്ട്. അവർ പഠിത്തത്തിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഈ വാർഷിക യോഗത്തിൻ്റെ അധ്യക്ഷനും ഈ കുടുംബ യൂണിറ്റിൻ്റെ വൈസ് പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട നിക്സൺ VV, കുടുംബ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ജോബിയേട്ടൻ, വേദിയെ അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, കൈക്കാരന്മാർ, കാറ്റഗിസം ഹെഡ് മാസ്റ്റർ ജിജോ മാസ്റ്റർ, വിവിധ കുടുംബ യൂണിറ്റുകളുടെ പ്രസിഡന്റുമാർ, നമുക്ക് ഇന്ന് ഈ കുടുംബ സമ്മേളനം നടത്തുന്നതിന് വേണ്ടി എൻ്റെ വീടും പരിസരങ്ങളും റോഡും എല്ലാം വിട്ടു തന്നിട്ടുള്ള പുത്തിരി ലോറൻസ് ചേട്ടൻ, പ്രിയപ്പെട്ട കുടുംബ യൂണിറ്റിൻ്റെ അംഗങ്ങളെ, പ്രിയ കുട്ടികളെ, ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പറഞ്ഞ് സമയം കളയുന്നില്ല. കാരണം പല ആളുകളും നേരം വൈകി വരുന്നതിന് കാരണം പ്രസംഗങ്ങളൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമ്മൾ കൊന്തചൊല്ലി ആരംഭിച്ചു. ഇനി അധികം പ്രസംഗങ്ങളൊന്നും ഇവിടെ ഇരിക്കുന്ന ആരും പറയുന്നില്ല. അഥവാ ജിജോ മാഷിങ്ങാനും പറഞ്ഞാലുള്ളൂ. ഇതൊരു കുടുംബ യൂണിറ്റ് വാർഷികം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ കേട്ട് നമ്മൾ എന്താ പറയുക, എൻലൈറ്റൻഡ് ആവേണ്ട അല്ലെങ്കിൽ കുറേ അറിവുകൾ സമ്പാദിക്കേണ്ട ഒരു വേദിയൊന്നുമല്ല. നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നു. കലാപരിപാടികൾ, പിന്നെ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഉള്ള ഒരു ചൂടും ഒരു സന്തോഷവും സൗഹൃദവും അത് കുടുംബ യൂണിറ്റുകളിലുണ്ട്. എന്നാൽ കുടുംബ യൂണിറ്റ് വാർഷികത്തിൽ എല്ലാവരും ഏതെങ്കിലും തരത്തിലൊക്കെ ഒഴിവുണ്ടാക്കി എല്ലാവരും വരാൻ ശ്രമിക്കുന്ന ഒരു അവസരമാണ്. അപ്പോൾ ഇതുവരെ ഒരിക്കലും കാണാൻ പറ്റാത്ത പുതുമുഖങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ എല്ലാവരും സെൻറ്റ് ജോസഫ് യൂണിറ്റിൽ അങ്ങനെ ഒരിക്കലും കാണാൻ പറ്റാത്ത പുതുമുഖങ്ങളൊന്നും എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വന്നിട്ടുള്ള എല്ലാവരോടും കൂട്ടുചേർന്ന് ഈ സായാഹ്നം നമുക്ക് സുന്ദരമാക്കാം. ഈ ഒരു സമയത്ത് 1-2 വേർഡ്സ് ഓഫ് അപ്രീസിയേഷൻ അല്ലെങ്കിൽ നല്ല വാക്കുകൾ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നമ്മുടെ ലോറൻസ് ചേട്ടൻ്റെ വീട് നമുക്ക് വിട്ടു തന്നിരിക്കും. കുടുംബസമ്മേളനം വാർഷികം കൂടാൻ, യോഗങ്ങൾ കൂടാൻ എന്തുകൊണ്ടും നല്ല, വളരെ ആരുടെ ശല്യമില്ലാത്ത, ആർക്കും ശല്യമില്ലാത്ത, ആർക്കും ശല്യമാകാത്ത ഒരു പ്രദേശമാണ് നമുക്കുള്ളത്. അവരുടെ വീട് അപ്പുറക്കാടാണ്, കുഴപ്പമില്ല. അപ്പോൾ വീടിനെയും കാടിനെയൊക്കെ അലങ്കരിക്കാൻ വേണ്ടി സാധാരണ നമ്മൾ മറ്റേ അരങ്ങുകളൊക്കെ കെട്ടുന്നതിന് പകരം ഇപ്രാവശ്യം ദൈവവചനം കൊണ്ട്, ദൈവവചനത്തിൻ്റെ ശക്തി കൊണ്ട് ശരിക്കും നമ്മുടെ ഈ സമ്മേളന പ്രദേശത്തെ സംരക്ഷിച്ചിരിക്കുകയാണ്, വേലി കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണെന്ന് പറയാം. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കും. യാക്കോബ് 4:18.
അപ്പോൾ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഒരു പ്രതീകം കൂടിയായിട്ടാണ് ശരിക്കും നമ്മൾ ഇന്നെല്ലാവരും ഈ ഇങ്ങനെ ഒരു ദൈവികമായ കാര്യത്തിനിവിടെ ഒന്നിച്ച് ചേർന്നിട്ടുള്ളത്. അപ്പോൾ പുത്തിരി ലോറൻസ് ചേട്ടനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീടും പരിസരങ്ങളും എന്ത് കാര്യത്തിനും കൊടുക്കാൻ അദ്ദേഹത്തിന് യാതൊരു മടിയില്ല. അത് ഞങ്ങൾ വരുന്ന സമയത്ത് തന്നെ ജോമോൻ പറഞ്ഞു, നമുക്ക് ഒരു പ്രശ്നമില്ല, ഇനി ജീവിതകാലം മുഴുവൻ കുടുംബ യൂണിറ്റ് വാർഷികം ഇവിടെ വെച്ചാലും ആൾക്ക് പ്രശ്നമില്ല. നമുക്ക് ചിലർക്കൊക്കെ ചിലപ്പോൾ നമ്മുടെ വീട് നാശമാവുമോ വൃത്തികേടാവുമോ, പിന്നെ ആളുകൾ വരുമ്പോൾ കുറേ ഒരുക്കണ്ടേന്നൊക്കെ ഉള്ള ഒരു ഭയങ്ങളൊക്കെ ഉണ്ട്. ആളൊരു ഇൻ്റർനാഷണൽ മാൻ ആയതുകൊണ്ടും ഈ കൂട്ടായ്മകളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കും. ഒരുപാട് നന്ദി ഈ യോഗത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ അറിയിക്കുകയാണ്, കുടുംബത്തെയും. പിന്നെ ഒരു കാര്യം എനിക്ക് സെൻറ് ജോസഫ് യൂണിറ്റിനെ കുറിച്ച് പറയാനുള്ളത്, ഈ ഒരു പേര് ഒരു ഭയങ്കര അത്ഭുത ശക്തിയുള്ള ഒരു പേരാണ് ജോസഫ്. ഇന്ന് കുർബാനയിൽ വായിച്ചത് ജോസഫിനെ കുറിച്ചാണ്. ശരിക്കും പഴയ നിയമത്തിലെ ആദ്യത്തെ വായന ജോസഫിനെ കുറിച്ചായിരുന്നു. ഒരുപാട് തകർന്നു പോകാമായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ദൈവം തൻ്റെ സ്വപ്നം മുഴുവൻ നിറച്ചു വെച്ച ഒരു മനുഷ്യനാണ് പഴയ നിയമത്തിലെ ജോസഫും പുതിയ നിയമത്തിലെ ജോസഫും, അല്ലെ? ഈശോയെ സംരക്ഷിക്കാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ഒരു വളർത്തുപിതാവ്. അദ്ദേഹം അനുഭവിച്ച കഷ്ടപ്പാടുകൾ ചില്ലറയല്ല. പഴയ നിയമത്തിലെ ജോസഫാണെങ്കിലോ പക്ഷേ എല്ലാവരുടെയും ഒരു സംരക്ഷകനായി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആ മനുഷ്യൻ്റെ പേരാണ് നമ്മുടെ യൂണിറ്റിനുള്ളത്. ഈ സെൻറ് ജോസഫ് കുടുംബ യൂണിറ്റിന് അവരുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ പേരുള്ള, പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രദേശത്തെ ഒരു അതിർത്തി പ്രദേശമാണ് ശരിക്കും സെൻറ് ജോസഫ് കുടുംബ സമ്മേളനം യൂണിറ്റ്. അപ്പോൾ നമ്മുടെ പള്ളിയുടെ പേരും സെൻറ് ജോസഫ് തന്നെയാണ്, പള്ളിയുടെ പേരും കുടുംബ യൂണിറ്റിൻ്റെ പേരും ഒന്നായി തീർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഈ വാർഷികം ആഘോഷിക്കുമ്പോൾ സെൻറ് ജോസഫ് യൂണിറ്റിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. അവരുടെ പേരിലുള്ള വിശുദ്ധ യോസേഫ് പിതാവ് ഇവരെ എപ്പോഴും കാത്തു സൂക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവരോടൊത്തുള്ള ഒരു നല്ല അനുഭവം എനിക്ക് എല്ലാ കുടുംബ യൂണിറ്റുകൾക്കും കണ്ടുപഠിക്കാൻ പറ്റാവുന്ന ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു സംഗതി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ കുടുംബ യൂണിറ്റുകളിൽ ഭാരവാഹികളുണ്ട്. 4, 5 എത്ര ഭാരവാഹി? 6, 7 ഭാരവാഹികളുണ്ട്. 7 ഭാരവാഹികളും ഒരുപോലെ നിന്ന്
ಸಕ್ಕತ್ತಾಗವಳೆ ಸುಮ್ಮನೆ ನಕ್ಕಾಳೆ ಕದ್ದು ನೋಡ್ತಾಳೆ ವಿದ್ಯೆ ಬೀಳ್ತಾಳೆ ಸಕ್ಕರೆ ನನ್ನ ಮುಂದೆ ಸಕ್ಕತ್ತಾಗವಳೆ മധുപകരു മലച്ചൊരിയു അനുരാഗ പൗർണമിയേ മധുപകരു മലച്ചൊരിയു ആഗ പൗർണമിയേ നീ മല്ലേ മറയല്ലേ നീല നിലാവൊളിയേ ഈ മധുപകരു മലച്ചൊരിയു അനുരാഗമിയേ എല്ലാരും ചൊല്ലണ് ആരും ചൊല്ലണ് കല്ലാണി നെഞ്ചിയെന്ന് കരിങ്കല്ലാണ് കല്ലാണി നെഞ്ചിയെന്ന് നാടാതെ ചൊല്ലണ് നാട്ടാരും ചൊല്ലണ് പണ്ട് കരളിലെന്ന് കൊടും കാടാണ് കൊടും കരളിലെന്ന് ഞാനൊന്ന് കേറിയപ്പം നീലക്കുയിലിന്റെ കൂടാണ് ദയ്യാ കുഞ്ഞിക്കൂടാണ് കണ്ട ദയ്യാ ഇന്ന് നോക്കണ് ഇന്ന് നോക്കണ് ചന്ദിര നീ ഞങ്ങള് അയ്യോ ചന്ദിര നീ ഞങ്ങള് ഞാനെല്ലാം മേൽപോട്ട് കല്യാണ ചെക്കനുണ്ട് മത്തങ്ങ പച്ചടിയോ കുമ്പളങ്ങ കിച്ചടിയോ പച്ചടി
ചുറ്റുവെള്ളോ ചടഞ്ഞിരിക്കാൻ തുൽപ്പായ ഉച്ചത്തിരിങ്ങളിലോ കൊണ്ടാകാ മച്ചനെ തിരിങ്ങളിലോ കൊണ്ടാകാ മച്ചനെ അയ്യലാ പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കുഴമ്പുളിയിട്ട നല്ല ജമീൻ കറിയുണ്ട് തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട് തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട് ഉപ്പിലുണ്ട് ഉണ്ടാകാ മച്ചനെ ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ടാകാ മച്ചനെ പക്ഷെ ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ ഒരു ടെസ്റ്റാണ്, ഒരു വമ്പൻ ടെസ്റ്റ്. ഒരു മധുരത്തിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂവിരിഞ്ഞു, അതിലാശകളാൽ ഒരു പൊൻവലമേ തേൻവണ്ടു ഞാൻ മലരേ വണ്ടു ഞാൻ. ഒരു മധുരത്തിനാവിലെങ്ങോ കുടമുല്ലപ്പൂവിരിഞ്ഞു, അതിലായിരം ആശകൾ ഒരു പൊൻവലമേ മലരേ തേൻവണ്ടു ഞാൻ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേങ്കിളി. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേങ്കിളി. ചിത്തം കാറ്റേ കൊതിച്ചു പൂങ്കാറ്റേ മണിത്തുമ്പപ്പൂവിൻ തേനും തായോ. ചിത്തം കാറ്റേ കൊതിച്ചു പൂങ്കാറ്റേ ചിഞ്ചിക ചക്കം ചക്കം ചിഞ്ചിക ചക്കം മണിത്തുമ്പപ്പൂവിൻ തേനും തായോ. ചിഞ്ചിക ചക്കം ചക്കം ചിഞ്ചിക ചക്കം ഓലോല പൊടിച്ചു പാടാം ഓലക്കം മരിച്ചു നാടാം മാണിക്ക ചിരലിലേറാം മാമ്പും പിരിഞ്ഞു പാറാം മനസ്സിലുത്സവമല്ലേ മതി മറന്നീരുകയല്ലേ അക്കരെ നിക്കണ ചക്കരമാവിലെത്തിരി മുക്കര മുക്കര മണിയുടെ കിങ്ങിണി കെട്ടിയ ചെറുചെറുകലമുറ കൂട് തുറന്ന് പറഞ്ഞിടു മഞ്ഞിട ചിറകടി പടഹം നൽകിയ പവളവും മധുചെറു കലഹം മധുരരു മധുരവും അതുവഴി ഇതുവഴി പലവഴി പരതിയും ഒടുവില പരന്നര ചിതറിയ പറവകളും. ട്രാക്ക് മാറ്റി.
दे, जरा मुझको बता दे, मैं उससे मिलूंगा, एक बार मिला दे, यार मिला दे, यार मिला दे।